ഡാമുകളിൽ സംഭരിച്ച ജലത്തിന്റെ ഊർജ്ജം കൊണ്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അണക്കെട്ടുകളിൽ നിർമ്മിച്ച പുഴകളിൽ നിന്ന് ജലം സംഭരണിയിൽ എത്തിപ്പെടുന്നു. ഇവിടെ നിന്ന് ടണലുകളിലൂടെയും പെൻസ്റ്റോക്ക് പൈപ്പുകളിലൂടെയും വെള്ളം പകർന്ന് പവർ ഹൗസിലേക്ക് എത്തുന്നു. ഈ വെള്ളത്തിന് ഉയർന്ന മർദ്ദവും ഊർജവും ഉണ്ടാകുന്നു. പൊട്ടാൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയായിട്ട് മാറുന്നു. ഇതിൽ നടക്കുന്ന എനർജി കൺവേർഷൻ ആണിത്. ഞങ്ങൾ ഇതിൽ ഈ സിലിണ്ടറിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാസ്റ്റർ പാഡ്സ്, ക്ലോത്ത്, ചോപ്സ്റ്റിക്ക്, മാറ്റ്, കാർഡ്ബോർഡ്, ബാറ്റ്, സ്വിച്ച്, ജനറേറ്റർ, ലൈറ്റ്, പൈപ്പ്, മോട്ടർ എന്നിവയെല്ലാമാണ്. അണക്കെട്ടുകളിൽ വെള്ളം ഉയർന്ന നിലയിൽ സംഭരിച്ചിരിക്കുന്നു. അതിനാൽ ഡാമിന്റെ കവാടം തുറക്കുമ്പോൾ വെള്ളം താഴേക്ക് ഒഴുകുന്നു. ഇവിടെ പൊട്ടാൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയായി മാറുന്നു. ഒഴുകുന്ന വെള്ളം ടർബൈനിന്റെ ബ്ലേഡിൽ തട്ടി അത് തിരികെയും ചെയ്യും. അതിനാൽ വെള്ളത്തിന്റെ ചലന ഊർജ്ജം യാന്ത്രിക ഊർജ്ജമായി മാറുന്നു. പെൻസ്റ്റോക്ക് വഴി വരുന്ന ജലം ടർബൈനിന്റെ കറങ്ങുന്ന ഭാഗമായ റോട്ടറിനെ ചലിപ്പിക്കുന്നു. മൂലം ജനറേറ്ററിന്റെ കാന്തങ്ങൾ കറങ്ങുകയും ചെയ്യുന്നു. ഈ കാന്തത്തിലൂടെ ചലിക്കുന്ന അവയുടെ സമീപത്തുള്ള ആർമേച്ചർ EMF സൃഷ്ടിക്കുന്നു. അങ്ങനെ ടർബൈൻ വഴി ലഭിക്കുന്ന മെക്കാനിക്കൽ എനർജി എലക്ട്രിക് എനർജിയായി മാറുന്നു. Apa